മമ്പുറം മക്കാമിലാണ് ഞാനിന്നുള്ളത്. അപ്പോൾ ഇന്നൊരു ഒഴിവ് ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ സിയാറത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു മക്കാമിൻ്റെ ഉൾഭാഗത്തെ കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ സിയാറത്തിന് വന്നിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു മക്കാമിൻ്റെ ഉൾഭാഗത്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും തങ്ങളെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ പറയാം. യമനിലെ ഹളർമൗത്തിലെ തെരീമിലായിരുന്നു മഹാനായ ജനങ്ങളെല്ലാം ബഹുമാനിക്കുന്ന മമ്പുറം തങ്ങളുടെ ജനനം. ചെറുപ്പത്തിൽ തന്നെ തങ്ങൾക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ മാതാവിൻ്റെ സഹോദരിയുടെ സംരക്ഷണത്തിലായിരുന്നു തങ്ങൾ വളർന്നത്. ചെറുപ്പകാലത്ത് തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കി. അമ്മാവനായ ജിഫ്രി തങ്ങളുടെ ക്ഷണപ്രകാരമാണ് തങ്ങൾ കോഴിക്കോട്ടേക്ക് എത്തിയത്. അന്ന് വയസ്സ് തങ്ങൾക്ക് 17 ആയിരുന്നു. അമ്മാവനെ കണ്ട ശേഷം മറ്റൊരു ദിവസം തങ്ങളുടെ മറ്റൊരു അമ്മാവനായ ഒരു ജിഫ്രി തങ്ങളുടെ മക്കാം സന്ദർശിക്കുകയും ഫസൽ ജിഫ്രി തങ്ങളുടെ ആഗ്രഹം പോലെ തങ്ങളുടെ സമ്പത്ത് ഏറ്റെടുക്കുകയും തങ്ങളുടെ മകളായ ഫാത്തിമ എന്നിവരെ തങ്ങൾ വിവാഹം കഴിക്കുകയും മമ്പുറത്ത് സ്ഥിരതാമസം ആക്കുകയും ചെയ്തു. ഇനി കളിയാട്ട മഹോത്സവത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അവിടുത്തെ ഉത്സവ ദിവസം ഇടവ മാസത്തിലെ വെള്ളിയാഴ്ചയായി നിശ്ചയിച്ചു കൊടുത്തത് മഹാനായ മമ്പുറം തങ്ങളാണ് എന്നാണ് ചരിത്രം. അവർ ഉത്സവ ദിവസം മമ്പുറത്ത് വരികയും അനുഗ്രഹം വാങ്ങുകയും ചെയ്യാറുണ്ട്. ഇന്നും ഈ ഒരു കാര്യം നിലനിന്ന് പോരുന്നു. സെയ്ദ് ഫസൽ തങ്ങൾ നാട്ടിൽ ഒരു പ്രശ്നമില്ലാതിരിക്കാൻ തങ്ങളുടെ കുടുംബത്തിലെ ഒരുപാട് പേരെയും കൊണ്ട് തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ നിന്നും പോയതാണ്. ഒരിക്കലും തങ്ങളെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയതല്ല. ഇന്നും മമ്പുറത്തേക്ക് ഒരുപാട് ആളുകൾ സിയാറത്തിനും മറ്റും വരുന്നുണ്ട്. മലബാറിലെ അന്നത്തെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെ ആളുകൾ മമ്പുറം മക്കാമുമായി ബന്ധം സൂക്ഷിച്ചിരുന്നു. 1850കളിൽ ഇവിടെയുള്ള മക്കാം പൊളിച്ച് ഇവിടെയുള്ള മയ്യത്തുകൾ ഒഴിവാക്കി കൃഷി നടത്തുക എന്ന തീരുമാനം അന്നത്തെ ഗവർണർക്ക് മുമ്പാകെ ബ്രിട്ടീഷ് അധികാരികൾ സമർപ്പിച്ചു. എന്നാൽ പിന്നീട് ഉണ്ടാകുന്ന അപകടങ്ങൾ മനസ്സിലാക്കി ഗവർണർ ആ തീരുമാനം ഒഴിവാക്കി കേട്ടോ. അങ്ങനെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. മമ്പുറം തങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. യാത്രയിൽ പള്ളികളില്ലാത്ത സ്ഥലത്ത് തങ്ങൾ പള്ളികൾ നിർമ്മിച്ചു നൽകുകയും ചെയ്യാറുണ്ടായിരുന്നു. 100-ലധികം പള്ളികൾ തങ്ങൾ നേരിട്ട് നിർമ്മിക്കുകയോ തറക്കല്ലിടുകയോ പുനർനിർമ്മാണം നടത്തുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു ദിവസം രാത്രി പടച്ച റബ്ബിന് വേണ്ടി ആരാധന നിർവഹിക്കാൻ വേണ്ടി തങ്ങൾ പള്ളിയിലേക്ക് പോയി. കൂടെ പ്രിയ ബീവിയും ഉണ്ടായിരുന്നു. രണ്ടുപേരും നിസ്കാരത്തിൽ മുഴുകി പ്രഭാതം വരുന്നതുവരെ അവരുടെ ഇബാദത്ത് നീണ്ടുപോയി. പെട്ടെന്ന് ബീവിക്ക് പരിസരബോധം വന്നു. ആളുകൾ സുബഹി ജമാഅത്തിന് പള്ളിയിലേക്ക് വരുന്ന സമയമായി. ഇനി എങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകും? പ്രിയ ഭർത്താവിൻ്റെ കൂടെ ഇനി ഞാൻ എങ്ങനെ പള്ളിയിൽ നിന്നും പുറത്തു ഇറങ്ങും? ജനങ്ങൾ എന്നെ കാണും. അവർ എന്ത് കരുതും? ബീവിയുടെ മനസ്സ് അറിഞ്ഞ് തങ്ങൾ സുജൂദിൽ വീണു. അത്ഭുതം എന്ന് പറയാം. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് മഹാനവറുകൾ തല ഉയർത്തിയപ്പോഴേക്കും പ്രഭാതത്തിൻ്റെ വെളിച്ചം പോയി. അങ്ങനെ സന്തോഷവതിയായ തങ്ങളുടെ ബീവി തങ്ങളോടൊപ്പം വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും പ്രഭാതം വീണ്ടും വന്നു. ആദ്യത്തേതുപോലെ തന്നെ ആയിട്ടോ. കോഴിക്കോടുള്ള ഒരു ഉസ്താദിന് കെട്ടിക്കാൻ പ്രായമായ ഒരു മകൾ ഉണ്ടായിരുന്നു. ആ ഉസ്താദിൻ്റെ കയ്യിലാകട്ടെ മകളെ കെട്ടിക്കാനുള്ള സമ്പത്തില്ലായിരുന്നു. മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈ നീട്ടാൻ ആ ഉസ്താദിന് മനസ്സ് വന്നില്ല. അങ്ങനെയിരിക്കെ ആ ഉസ്താദിൻ്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു: "ഷെയ്ഖ് ജിഫ്രി തങ്ങളുടെ വീട്ടിൽ മമ്പുറം തങ്ങൾ വരുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. നിങ്ങൾ തങ്ങളെ പോയി കാണൂ. എന്നിട്ട് നമ്മുടെ കാര്യം പറഞ്ഞു നോക്കൂ. എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല." അങ്ങനെ ഉസ്താദിൻ്റെ ഭാര്യ പറഞ്ഞത് പ്രകാരം ഉസ്താദ് മമ്പുറം തങ്ങളെ കാണാൻ പോയി. അങ്ങനെ അവിടെ വീട്ടിലെത്തിയപ്പോൾ തങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. തിരക്ക് കാരണം ഉസ്താദിന് സാധിച്ചില്ല. ഉസ്താദിൻ്റെ ഭാര്യ പറഞ്ഞു: "എന്നാൽ നിങ്ങൾ ഒരു ദിവസം മമ്പുറത്തേക്ക് പോകൂ. അവിടെയാകുമ്പോൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ പറയാമല്ലോ." ഭാര്യ പറഞ്ഞത് പ്രകാരം കുറച്ച് ദിവസം കഴിഞ്ഞ് ആ ഉസ്താദ് മമ്പുറത്തേക്ക് പോയി. തങ്ങളെ കണ്ട് കൈ പിടിച്ച ശേഷം ഉസ്താദ് മകളുടെ കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ മമ്പുറം തങ്ങൾ പറഞ്ഞു: "നിങ്ങൾ ഒന്നും പറയണ്ട." ഉടനെ മമ്പുറം തങ്ങൾ ഒരു ആപ്പിൾ കൊടുത്തുകൊണ്ട് പറഞ്ഞു: "ഇത് ഖാദി മുഹിയുദ്ദീൻ അബ്ദുസ്സലാം എന്നയാൾക്ക് കൊടുക്കൂ." ആ ഉസ്താദ് തങ്ങൾ പറഞ്ഞതുപോലെ അവരുടെ വീട്ടിലേക്ക് പോയി. "ഇത് മമ്പുറം തങ്ങൾ ഏൽപ്പിച്ചതാണ്" എന്ന് പറഞ്ഞു. ഖാദി ആപ്പിൾ വാങ്ങി. എന്നിട്ട് ഖാദി ഇങ്ങനെ പറഞ്ഞു: "നിങ്ങൾക്ക് പുതിയാപ്പിളയായി എൻ്റെ മക്കളിൽ ആരെ വേണം?" ആ ഉസ്താദ് ഒരാളെ പറഞ്ഞു. പിന്നെ താമസിച്ചില്ല, അദ്ദേഹത്തിന് മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു കേട്ടോ. അതായത് ആ ഖാദിയുടെ മകനെ ആ ഉസ്താദിൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് മറ്റൊരു കാര്യം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ നമ്മളൊന്നും കൂടുതലൊന്നായിട്ടൊന്നും പറയുന്നില്ല. കാരണം ഒരുപാട് പറഞ്ഞാൽ വീഡിയോ നീണ്ടുപോകും. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ വളരെ ചുരുക്കിയിട്ട് 1, 2 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരിക്കൽ ഒരു ദിവസം വലിയ കാറ്റും മഴയും ഉണ്ടായിരുന്ന സമയം മമ്പുറം തങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന വലിയൊരു മരം കാറ്റിൻ്റെ ശക്തിയിൽ വീണു. തങ്ങളുടെ വീടിൻ്റെ മുകളിലാണ് അത് വീണത്. തങ്ങളും കുടുംബവും വീടിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആർക്കും ഒരു ആപത്തും ഉണ്ടായില്ല. തങ്ങൾ പുറത്തു വന്ന് ആ മരത്തിൻ്റെ അടുത്ത് വന്ന്: "നീ ഇനിയും ഒരുപാട് കാലം തണൽ നൽകണം. ഇപ്പോൾ വീണത് ഒട്ടും ശരിയല്ല." അത്ഭുതം എന്ന് പറയാൻ വീണുപോയ മരം തലപൊക്കി അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് പോയി തന്നെ നിന്നു. ഒരിക്കൽ ഒരാൾക്ക് അയാളുടെ കണ്ണിൻ്റെ പ്രയാസം മാറുന്നില്ല. ചികിത്സകൾ പലതും ചെയ്തു, പക്ഷേ പരിഹാരം കിട്ടിയില്ല. അവസാനം അയാൾ മഹാനായ മമ്പുറം തങ്ങളുടെ അടുത്തേക്ക് വന്നു. മമ്പുറം തങ്ങൾ
നമസ്കരിക്കുന്നതിന് വേണ്ടി വുളൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വുളൂവിൻ്റെ ബാക്കി വന്ന വെള്ളം എടുത്ത് അയാളുടെ കണ്ണിലേക്ക് ഒഴിച്ചപ്പോൾ പടച്ച റബ്ബിൻ്റെ വലിയ അനുഗ്രഹത്താൽ അയാളുടെ ആ ഒരു കണ്ണിൻ്റെ പ്രയാസം മാറിക്കിട്ടി ട്ടോ. മറ്റൊരു കാര്യം കൂടി, ഒരു ദിവസം തിരൂരങ്ങാടി പള്ളിയിലെ ഖാദിക്ക് ഒരു പരാതി. അതായത് മമ്പുറ തങ്ങളെക്കുറിച്ചാണ്. അന്ന് തങ്ങൾക്ക് 17 വയസ്സാണ് പ്രായം. കുട്ടി ഉഷാറാണ്, പക്ഷേ ജമാഅത്ത് നിസ്കാരത്തിന് ഇവിടെ കാണുന്നില്ല. പള്ളിയിലെ ഖാദി വലിയ ഉസ്താദ് തന്നെയായിരുന്നു. അങ്ങനെ ഉസ്താദിൻ്റെ ഇങ്ങനെ ഒരു സംസാരം ആളുകൾ മമ്പുറം തങ്ങളോട് പറഞ്ഞു. അങ്ങനെ തങ്ങൾ അടുത്ത ജുമാക്ക് അവിടെ പങ്കെടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളിയാഴ്ച തങ്ങൾ വന്ന് നിസ്കാരം തുടങ്ങി. അങ്ങനെ മമ്പുറ തങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം അപ്പുറത്ത് മാറി നിന്ന് 4 റക്അത്ത് ളുഹർ നിസ്കരിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോയി. പക്ഷേ ആളുകൾക്ക് എല്ലാം കൗതുകമായി. എന്താണ് തങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കാരണം? അങ്ങനെ തങ്ങളുടെ അടുത്ത് ചില ആളുകൾ തങ്ങളുടെ അടുത്ത് പോയി ചോദിച്ചു, "എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കാരണം?" ഉടനെ തങ്ങൾ പറഞ്ഞു, "ഉസ്താദ് നിസ്കാരത്തിൽ കറവ പശുവിനെ എവിടുന്ന് കിട്ടുമെന്ന ചിന്തയിലായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളുടെ കൂടെ നിസ്കരിക്കാൻ പ്രയാസമുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ മാറിപ്പോയി നിസ്കരിച്ചത്." കേട്ട ആളുകൾക്ക് ഒന്നും മനസ്സിലായില്ല. അവർ പള്ളിയിലെ ഉസ്താദിൻ്റെ അടുത്ത് പോയി തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ഉടനെ ഉസ്താദ് അത്ഭുതപ്പെട്ടു പോയി. ഉസ്താദ് നമസ്കാരത്തിൽ അങ്ങനെ ഒരു ചിന്തയിലായിരുന്നു. അപ്പം വളരെ ചുരുക്കിയിട്ട് മാത്രമാണ് തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോയിൽ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തെറ്റുകളും അപാകതകളും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.